സെലിബ്രേഷൻസ് നിർബന്ധമാക്കണം എന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചത് എത്ര പേര് ഓർമ്മിക്കുന്നുണ്ട്? സെലിബ്രേഷൻസ് ജീവിതത്തിന്റെ നിർബന്ധിതമായ ഭാഗമാണ്. നമ്മളെ സ്പിരിച്വലി നിർബന്ധിതമായ ഭാഗമാണ്. ഒരു ചെറിയ കാര്യങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓരോ രാജ്യത്തും ഓരോ സമൂഹങ്ങളിലും ഓരോ സംസ്കാരങ്ങളിലും ഫെസ്റ്റിവൽസ് തന്നിരിക്കുന്നത് നമ്മുടെ ആന്തരികമായ ഉന്നമനത്തിന് വേണ്ടിയാണ്. സെലിബ്രേഷൻസ് വൈബ്രേഷനെ കൂട്ടും. വൈബ് കൂട്ടാൻ മികച്ച മാർഗമാണ് സെലിബ്രേഷൻ. ഇത് മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഉത്സവങ്ങൾ കൊണ്ടാടും എന്നാണ് സമൂഹത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം. നിങ്ങളൊന്ന് ഡൗൺ ആയി വരുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉത്സവങ്ങൾ കൊണ്ടാടും, നിങ്ങളുടെ വൈബ് കൂടിക്കോളും. അതാണ് സെലിബ്രേഷന്റെ ഫെസ്റ്റിവൽസിന്റെ എല്ലാം പിന്നിൽ. ഓണാഘോഷമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും മറ്റ് ഏത് തരത്തിലുള്ള വിഷു ആയാലും ഏത് തരത്തിലുള്ള സെലിബ്രേഷൻ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കാരത്തിന്റെയോ ഭാഗമാക്കി കണ്ടുകൊണ്ട് മാറി നിൽക്കാതെ എല്ലാ സെലിബ്രേഷനും ഒരു അവസരമായി കണ്ടുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അത് അവരവരുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് സമൂഹത്തിന് ഏതെങ്കിലും ഒരു റിലീജിയൻസിന് വേണ്ടി മാത്രമല്ല സെലിബ്രേഷൻസ് നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു തിരി തെളിക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ സെലിബ്രേഷനിൽ നമ്മൾ സെലിബ്രേറ്റ്. ഇപ്പൊ തന്നെ ശൈലയുടെ ഒരു പാട്ട് കേട്ടപ്പോൾ നമ്മളെല്ലാവരും എന്താണ് മനസ്സിനകത്തൊരു ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തില്ലേ, ഒരു സന്തോഷം ഫീൽ ചെയ്തില്ലേ, ഈ എന്താണ് ഒരു ജോയ് ഫീൽ ചെയ്തില്ലേ. ഈ ജോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ വൈബാണ്. ഹയർ വൈബാണ്. അതായത് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹയർ വൈബിലേക്ക് പോകുന്നുണ്ട്. ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ ചെറിയ വിജയങ്ങളും സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമ്മളെ വൈബ് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ ഓരോ ഫെസ്റ്റിവൽസിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഫെസ്റ്റിവൽസ് തരുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു സമൂഹം ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ സമൂഹത്തിന് വലിയൊരു വെളിച്ചം കുറെ നാളത്തേക്ക് കിട്ടും. ഒരാൾ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് കുറച്ചു നേരം ആസ്വദിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. കളക്റ്റീവ് കോൺഷ്യസ്നെസ്. ഒരു മെഴുകുതിരി ഒരു റൂമിൽ ഒറ്റയ്ക്ക് കത്തിച്ച് വയ്ക്കുന്നതും ഒരു 100 അല്ലെങ്കിൽ 1000 മെഴുകുതിരി ഒരുമിച്ച് കത്തിച്ച് വയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? എത്രമാത്രം വെളിച്ചമാണ് 1000 മെഴുകുതിരിയോട് ഒരുമിച്ച് കത്തിച്ചുമ്പോൾ കിട്ടുന്നത്. ആ ഒരു ഏരിയയിൽ വലിയൊരു വേണമെങ്കിൽ ഒരു പകൽ പോലെ വെട്ടം തരത്തക്ക വിധത്തിൽ ആ ഒരു വെളിച്ചം അവിടെ പടരും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു നാട് ഒരു ഉത്സവം കൊണ്ടാടുമ്പോൾ ആ നാട്ടില് ആ മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ആ നാടിന് വലിയ വെളിച്ചം, ഉയർന്ന തലത്തിലുള്ള വെളിച്ചം പടർന്നുകൊണ്ട് ആ നാടിനെ വലിയ രീതിയിൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കുറച്ചു നാളത്തേക്ക് നിലനിർത്തുന്നുണ്ട്. അതാണ് ഉത്സവങ്ങൾ തരുന്നത്. അപ്പൊ ഒരു ഉത്സവം നിങ്ങളുടെ നാട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ അത് ഏതൊരു സമൂഹത്തിന്റെ ഒന്നും കരുതരുത്. അങ്ങ് എൻജോയ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഇറങ്ങണം. അതിന്റെ ഭാഗമായിട്ട് അതൊരു കളക്റ്റീവാണ്, അതൊരു മനുഷ്യന്റെ കണക്ഷനാണത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ഉത്സവത്തിന്റെ ഗുണം കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന ഇതാണ് നമ്മൾ സത്യം. സെലിബ്രേഷൻ ഓണമാകുമ്പോഴും ക്രിസ്മസ് ആകുമ്പോൾ ഏതായാലും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കളക്റ്റീവായിട്ടുള്ള ആ ഒരു കളക്റ്റീവായിട്ട് അവിടെ പൂത്തുലയുന്ന ഒരു വലിയൊരു ഹയർ എനർജി പ്രഭാവമുണ്ട്. മനുഷ്യരെല്ലാം കൂടി ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ വലിയൊരു എനർജി പ്രഭാവമാണ്. നമ്മളെല്ലാം ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ ഒരു എന്താ പറയുക, വലിയ പ്രകാശമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. എനർജിയുടെ ഹയർ കോൺഷ്യസ് അതിലേക്ക് നമ്മൾ കൂടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പകർന്ന് ലഭിക്കപ്പെടും. നമ്മൾ സ്വാഭാവികമായി നമ്മുടെ വൈബ് ഉയരും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ സെലിബ്രേഷൻസും ഹീലിംഗ് ആണ്. വലിയൊരു മനോഭാരത്തിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ കുടുംബത്താരും കൂട്ടുകാരോട് ഒരുമിച്ച് ആഘോഷിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളെ പല ബ്ലോക്കുകളും മാറ്റും. നിങ്ങൾ നല്ല രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യണം. അത് ആ രീതിയിൽ സ്പിരിച്വലി എൻജോയ് ചെയ്യണം സെലിബ്രേഷൻസ്. നിങ്ങൾ കിട്ടിയല്ലോ, നിങ്ങൾ ഇത് സ്പിരിച്വലി ഉപയോഗിക്കാൻ നിങ്ങൾ ഇനി തൊട്ട് നിങ്ങളുടെ ഫാമിലിയിൽ മുൻകൈ എടുക്കണം. നിങ്ങൾ അത് മുൻകൈ എടുത്തിട്ട് ഇതിന്റെ ഒരു ഗുണം നിങ്ങൾ എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി സമയം കിട്ടുന്നു, പൈസ ചെലവാക്കുന്നു, പിന്നെ ഒത്തുകൂടാൻ വേണ്ടി
നിൽക്കുന്നു. അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ മുൻകൈ എടുക്കണം നിങ്ങൾ അവരവരുടെ ഫാമിലി. ഇത് നിങ്ങൾക്ക് ഒരു മികച്ച അറിവായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.